ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പച്ചമാങ്ങ വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ മറ്റൊരു കറിയുടെയും ആവശ്യമില്ല. ആ ഒരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ബിരിയാണി, നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സൈഡ് ഡിഷായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മാങ്ങ കിട്ടുമ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളതാണ്. ആദ്യം ഒന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ട് എത്ര ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം ആവശ്യമുള്ളത് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു മാങ്ങ കട്ട് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി വേണ്ടാന്ന് വിചാരിച്ചിട്ട് മറ്റേത് മാറ്റി വെച്ചു. ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു മാങ്ങ പച്ചമാങ്ങയാണെന്നുണ്ടെങ്കിലും കുറച്ച് കളർ മാറിയിട്ടുണ്ട് പഴുക്കാൻ വേണ്ടിയിട്ട്. ചെനച്ച മാങ്ങ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മാങ്ങയാണിത്. അതായത് ആ ഒരു പരുവത്തിലുള്ള മാങ്ങയാണ്. നല്ല പുളിയുണ്ട്. മധുരം എന്ന് പറയുന്നത് വന്നിട്ടൊന്നുമില്ല. കളർ ചെറുതായിട്ട് പഴുക്കുന്ന രീതിയിൽ ഒന്ന് മാറിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു മാങ്ങ ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ ചെറിയ ജീരകവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തയ്യാറാക്കുന്ന ഈ ഒരു കൂട്ടിന് നമുക്ക് ഈ ഒരു ഇഞ്ചിയുടെ മണവും അതുപോലെ ചെറിയ ജീരകത്തിൻ്റെ മണമൊക്കെ നന്നായിട്ട് ഈ ഒരു എണ്ണയിൽ മൂത്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഒരു ഫ്ലേവർ ആയിരിക്കണം മുന്തി നിൽക്കേണ്ടത്. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 വറ്റൽ മുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ ഓരോരുത്തർക്കും വേണ്ടുന്നതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയായതുകൊണ്ട് ഈ ഒരു ഉപ്പ് പോരാതെ വരും. അത് നമുക്ക് കുഴപ്പമില്ല. ഒരു കാര്യം കൂടി ഇതിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത്രയും ഉപ്പ് തന്നെ ഇതിൽ മതിയാവും. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വേവിക്കേണ്ട, ഒരു 1/4 ഭാഗത്തോളം ഒന്ന് വെന്താൽ മതി. നമുക്കിങ്ങനെ തയ്യാറാക്കുന്നതിന് നല്ല പച്ചയായിട്ടുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിലും ഈ പരുവമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാനിവിടെ 1 മിനിറ്റ് നേരം, അതായത് ഒരു 1/4 ഭാഗത്തോളം വേവിച്ചതിന് ശേഷം ഇതിൻ്റെ അടപ്പൊന്ന് തുറക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് ശർക്കരപ്പൊടിയാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടിക്കാത്ത മുഴുവൻ ശർക്കരയാണെന്നുണ്ടെങ്കിൽ 200-250 ഗ്രാം അളവിലുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പൊടി ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു 250 ml കപ്പിൻ്റെ അളവിൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ മണം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒന്നുകൂടി അടച്ചു വെച്ചതിന് ശേഷം ഒരു 1/4 ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതായത് 1 മിനിറ്റ് നേരം ഒന്നും വേണ്ട, ഒരു 30-40 സെക്കൻഡോളം ഒന്ന് വേവിച്ചാൽ മതി. ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് വേണം ഓരോന്നും ചെയ്യാനായിട്ട്. ഇനി ഇതിന്റെ അടപ്പ് തുറന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 250 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പ് ഉണക്കമുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ബാക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി വേവിച്ചെടുക്കുമ്പോൾ ഇത് തുറന്നു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അതായത് കുറച്ച് ഇതൊന്ന് വറ്റി വരാനുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുറുകി വരികയും ചെയ്യണം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാതെ തുറന്നു വെച്ച് വേണം വേവിക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിന് എടുത്ത് കഴിക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അതിലെ കുരുവൊന്നും പെടാതെ അതുപോലെ അരിയൊന്നും പെടാതെ അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം ഇതിൽ പെട്ടാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു അരിപ്പെടുത്തിട്ട് അതിലേക്കാണ് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിത് ഉണ്ടാക്കിയ ഉടനെ തന്നെ മുഴുവനായിട്ടും കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ നാരങ്ങ ജ്യൂസിൻ്റെ ആവശ്യമില്ല. ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല, ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അത് നമ്മൾ ഇത് വെച്ചിരുന്ന് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ എന്തായാലും നാരങ്ങാ ജ്യൂസ് നിർബന്ധമായിട്ടും ഒഴിച്ചു കൊടുക്കണം. നാരങ്ങാ ജ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ലപോലെ വേവുകയും ചെയ്തിട്ടുണ്ട്. കയ്യിൽ കൊണ്ടൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും. ആ ഒരു പരുവത്തിൽ ഇത് റെഡിയാക്കി എടുത്തു. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടോടുകൂടിയോ ചൂടാറിയതിന് ശേഷമോ അതല്ല വെച്ചിരുന്നതിന് ശേഷം 1 ആഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ കഴിഞ്ഞിട്ട്
ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് എടുത്ത് കഴിക്കാനാണെന്നുണ്ടെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ സാധാ ചോറിൻ്റെ കൂടെ നമുക്ക് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതൊരു കറിയായിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സൈഡ് ഡിഷായിട്ട് ബിരിയാണിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.